നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ അടുത്ത് തന്നെ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതൊക്കെയാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ സ്പ്രെഡ് അനുകൂലമായ ചില സൂചനകളൊക്കെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലൊക്കെ പുതിയ തുടക്കവും ഐക്യവും ഒക്കെ ഉണ്ടാവുമെന്നാണ് ഈ 2 ഓഫ് കപ്സ് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണെങ്കിൽ വൈകാരികമായ സംതൃപ്തിയെയും എല്ലാമാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത്. വൈകാരികമായ ഒരു സംതൃപ്തി, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത അവസരങ്ങളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരസ്പരം സഹകരിച്ചു പോകുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വേൾഡും 3 ഓഫ് വാണ്ട്സും ഒക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിജയകരമായ യാത്രകൾ, ആഗ്രഹങ്ങൾ സഫലമാകുന്നു. ഇതൊക്കെയാണ് ഈ വേൾഡും ഈ 3 ഓഫ് വാണ്ട്സും. നിങ്ങൾ ഇപ്പോൾ ഒരു വിദേശ യാത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് സാധ്യമാകുന്നു. അതുപോലെ തന്നെ വിദേശത്ത് ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നു. ഒരു ജോലിയിൽ ഉയർന്ന നിലവാരമുള്ള ഒരു ജോലി ലഭിക്കാനും അതിൽ ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജോലി ലഭിക്കാനും, അത് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനേക്കാളും നല്ല ഒരു ജോലി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ജോലി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ദ വേൾഡും 3 ഓഫ് വാണ്ട്സും ഒക്കെ സൂചിപ്പിക്കുന്നത്. ദ കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിലൊക്കെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു നല്ല ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ പോലും അത് വളരെ നല്ല രീതിയിൽ ശക്തമായ ഒരു സോൾ കണക്ഷനായിട്ട് ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ആവാനായിട്ട് നിങ്ങളെ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് 2 ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കപ്സിൻ്റെ 9 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്സ് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹൈയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ആയിട്ടൊന്നും പോകുന്ന വ്യക്തികളായിരിക്കില്ല. ഒരു നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പും ആകാനായിട്ട് സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ വിഷമങ്ങൾ ഉള്ളിലുണ്ട്, എന്നാൽ അത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും ഇത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ടുള്ള വളരെ നല്ല രീതിയിൽ ഒരു നിറഞ്ഞു കവിയുന്ന, അതായത് ഒരു പരസ്പര സഹകരണത്തോടെ കെയറിങ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇപ്പോൾ പോകുന്ന അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 9 ഓഫ് കപ്സ് പറയുമ്പോൾ ആത്യന്തികമായ സന്തോഷം ത്തേണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലൊരു സന്തോഷം ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 5 ഓഫ് വാണ്ട്സും ദി ഹാങ്ങർ ബാങ്ങിനൊക്കെ നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ തുടക്കത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതെല്ലാം നല്ലതിനാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഈ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പുരോഗതിയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു 5 ഓഫ് വാണ്ട്സിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. അത് നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ്, ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ എവിടെയാണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ് അടുത്ത കാർഡ് വന്നത്. അത് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ അഭിനിവേശവും ദൃഢനിശ്ചയമൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുക, കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്കായിരിക്കും വിജയം. നിങ്ങളുടെ മുന്നിൽ ഒരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും മറ്റേതിലാണെങ്കിലും നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ, അതായത് ഒരു കോൺഫ്ലിക്റ്റോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതിൽ വിജയം നിങ്ങൾക്കായിരിക്കും. നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കത് സാധിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹൈ പ്രിസ്റ്റസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ അന്തർജ്ഞാനം
ഒരു നിഗൂഢതയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഇനിയുള്ള കാലത്ത് എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ക്യൂൻ ഓഫ് വൺസും ഹൈ പ്രീസ്റ്റസ് ഒക്കെ പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക. എല്ലാവരോടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തിന് തടസ്സങ്ങളായിട്ട് വരും. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങൾ ആന്തരികമായിട്ടും കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഒരു ആത്മീയ തലത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില വ്യക്തികളല്ല, കൂടുതൽ പേരും ആത്മീയമായിട്ട് ഒരു ധ്യാനം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ മെഡിറ്റേഷനിൽ കൂടുതൽ സമയം, അല്ലെങ്കിൽ ധ്യാനം, സ്വയം അറിയാനായിട്ട് ശ്രമിക്കാം. സ്വയം ആ ഒരു പവർ എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ജീവിത വിജയങ്ങൾ വരും. ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളെ ഒരു സെൽഫ് ലവ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ആകുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് തന്നെ സ്വയം നോക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനിക്കും. നിങ്ങളെന്തായാലും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾ ധ്യാനം പോലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും കൂടുതൽ ഒരു അന്തർജ്ഞാനം നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുറമെ മാത്രമല്ല, ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള മാറ്റങ്ങൾ ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. കൂടുതലായിട്ട് ആത്മപരിശോധന നടത്തും. ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതൊക്കെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ നിങ്ങൾ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആത്മപരിശോധന നടത്തുകയും ആ ഒരു ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചിന്തിക്കുകയും ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരാൻ പോകുന്നു. ഹാങ്ഡ് മാനും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാട്, മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നിട്ട് വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കാനും പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും നിങ്ങൾ വളരെ നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇത്രയും കാലം നിങ്ങളുടെ എനർജി നെഗറ്റീവായിട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ നന്മകളാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു സമയമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശയിലേക്കുള്ള ഒരു വഴിത്തിരിവാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു പുതിയ രീതിയിൽ കാണാനും അതിലൂടെ കൂടുതൽ സംതൃപ്തിയും സന്തോഷമൊക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു തിരിച്ചറിവ്, നിങ്ങളുടെ ചിന്ത മാറ്റി നിങ്ങൾ മറ്റൊരു ദിശയിലേക്കൂടെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആത്മീയ തലത്തിലേക്ക് വളരെ ഒരു ഉണർവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള ആത്മീയ രീതികളെ പിന്തുടരാനോ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് കാരണമാവാനുള്ള സാധ്യത വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിത വീക്ഷണത്തെ ക്രിയാത്മകമായിട്ട് സ്വാധീനിക്കാനായിട്ട് ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ദി വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ആഗോള ബന്ധങ്ങളൊക്കെയാണ്, ഒരു വിജയകരമായ ഒരു സൈക്കിളിൻ്റെ പൂർത്തീകരണമാണ് ആഗോള ബന്ധങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ 3 of Wands ഉണ്ട്, അത് ഒരു വികസനം, മുന്നോട്ടുള്ള യാത്രകൾ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിദേശ യാത്ര, അന്താരാഷ്ട്ര ബിസിനസ് സംരംഭങ്ങളുള്ള സാധ്യതയൊക്കെ ശക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ് പറയുന്നത്. 3 of Pentacles ഒരു ജോലിയിലെ പുരോഗതിയൊക്കെയാണ് പറയുന്നത്. പുതിയ അവസരങ്ങൾ, സാമ്പത്തിക സ്ഥിരതയൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിദേശത്തോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലേക്ക് ഒരു ജോലി സാധ്യത നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റം തന്നെ അത് കൊണ്ടുവരുന്നതാണ് പറയുന്നത്.
ഇപ്പോൾ 9 ഓഫ് കപ്സ് ആണ് അവസാനം വന്നിരിക്കുന്ന കാർഡ്. അത് പറയുന്നത് പൂർണ്ണമായ സംതൃപ്തിയും സന്തോഷം ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെയൊക്കെ കാർഡാണത്. അപ്പോൾ ഈ കാർഡുകളെല്ലാം ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടി എന്നൊരു തോന്നൽ, അതായത് അതിലില്ലാത്ത സന്തോഷമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം നേടാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ എംപ്രസ് ഒക്കെ പറയുന്നില്ലേ, എംപ്രസും എംപ്രർ കാർഡും ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഈ എംപ്രർ കാർഡ് പറയുന്നത് അധികാരവും അച്ചടക്കവും നേതൃപാടവും ഒക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ വ്യക്തമായ നിയന്ത്രണവും ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് എംപ്രസ് ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും വളർച്ചയും സർഗാത്മകതയൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാർഡുകളും ഒരുമിച്ച് വരുമ്പോൾ ഇതൊരു അധികാരവും സമ്പത്തും ഒരുപോലെ നേടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സുസ്ഥിരമായ അഭിവൃദ്ധിക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങളായിരിക്കും അതിൽ വിജയിക്കേണ്ട കാര്യത്തിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിനെ കാണാനായിട്ട് ശ്രമിക്കാൻ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആന്തരികമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നിങ്ങളെ തന്നെ ഒരു സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ തിരിക്കുക. മറ്റുള്ളവർക്ക് കൊടുത്തിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിന് സമയം കൂടുതൽ ഉപയോഗിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ഉയർന്ന കാര്യങ്ങളാണ്, വളരെ സമൃദ്ധിയും സന്തോഷമൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക, നിങ്ങളെ തന്നെ അറിയാൻ, നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ നന്മകളും യൂണിവേഴ്സ് നൽകാൻ സമൃദ്ധമായിട്ട് നിങ്ങളെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ അർഹതയുള്ള വ്യക്തിയാണ്. യൂണിവേഴ്സ് വന്നിട്ട് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്.